പാലപ്പിള്ളി മേഖലയിൽ വീണ്ടും കാട്ടാനശല്യം രൂക്ഷമാകുന്നു. വരിവരിയായി റോഡ് മുറിച്ചു കടക്കുന്ന കാട്ടാനക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ പ്രദേശവാസികളും യാത്രക്കാരും ആശങ്കയിലാണ്. ചൊവ്വാഴ്ച രാവിലെ 7-ന് പിള്ളത്തോട് പാലത്തിന് സമീപമാണ് സംഭവം. 36 തോട്ടത്തിൽ നിന്ന് പുതുക്കാട് തോട്ടത്തിലേക്ക് സഞ്ചരിച്ച കാട്ടാനക്കൂട്ടത്തിലാണ് കുട്ടിയാനയടക്കം 6ഓളം ആനകൾ ഉണ്ടായിരുന്നത്. റോഡ് മുറിച്ചു കടക്കുന്ന ദൃശ്യങ്ങൾ വാഹനയാത്രികരാണ് പകർത്തിയത്. ആനകൾ കടന്നു പോകുന്നത് കണ്ട് നിരവധി വാഹനങ്ങൾ സുരക്ഷിത അകലം പാലിച്ച് നിർത്തിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പ്രദേശത്തെ പ്രധാന യാത്രാമാർഗമായതിനാൽ ദിവസേന 100 കണക്കിന് വാഹനങ്ങളും തോട്ടം തൊഴിലാളികളും ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാലപ്പിള്ളി മേഖലയിലും സമീപ പ്രദേശങ്ങളിലുമായി കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിച്ചതായി നാട്ടുകാർ പറയുന്നു. ജനവാസ മേഖലയിലേക്ക് ആനകൾ കടക്കാതിരിക്കാൻ വനപാലകരും നാട്ടുകാരും പടക്കം പൊട്ടിച്ചും മറ്റു മാർഗങ്ങൾ സ്വീകരിച്ചും തിരിച്ചയക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശല്യത്തിന് ശാശ്വത പരിഹാരമായിട്ടില്ല. കാട്ടാനകൾ തോട്ടങ്ങളിലേക്ക് നിരന്തരം എത്തുന്നത് തൊഴിലാളികളുടെ ജോലി പോലും ബാധിക്കുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരവും ജോലിക്ക് പോകുന്നവർ വലിയ ഭീതിയോടെയാണ് യാത്ര ചെയ്യുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളും മറ്റ് യാത്രക്കാരും ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നതിനാൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. വന്യജീവി ശല്യം നിയന്ത്രിക്കുന്നതിനായി വനാതിർത്തി മേഖലകളിൽ കൂടുതൽ നിരീക്ഷണം ശക്തമാക്കുകയും അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മുന്നറിയിപ്പ് സംവിധാനങ്ങളും സ്ഥിരം പെട്രോളിംഗും ഏർപ്പെടുത്തണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. കാട്ടാനശല്യത്തിന് അടിയന്തരവും ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതുമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.